ഹലോ മൈ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ജേണൽ എന്നാൽ എന്ത്, ജേണലൈസിങ് എന്നാൽ എന്ത്, ലെഡ്ജർ എന്നാൽ എന്ത്, ലെഡ്ജർ ഫോളിയോ എന്നാൽ എന്ത്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിവരിക്കുവാൻ പോകുന്നത്. ജേണല് പല പേരുകളിൽ അറിയപ്പെടുന്നു. ജേണൽ ഈസ് കോൾഡ് ഡേ ബുക്ക്. ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ട്രാൻസാക്ഷൻസ്, അതായത് കച്ചവട ഇടപാടുകൾ ആദ്യമായി എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് ജേണൽ. അതുകൊണ്ട് ജേണൽ ഈസ് ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ പ്രൈം എൻട്രി ഓർ ഫസ്റ്റ് എൻട്രി. അപ്പോൾ ജേണലിൻ്റെ പേര്, ജേണൽ ഒരു ബുക്കാണ്. ആ ബുക്കിൻ്റെ പേര് 1 ഡേ ബുക്ക്, 2 ഒറിജിനൽ എൻട്രി, 3 പ്രൈം എൻട്രി, 4 ഫസ്റ്റ് എൻട്രി. അപ്പം ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ട്രാൻസാക്ഷൻസ് ആദ്യമായി എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് ജേണൽ. ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ പ്രൈം എൻട്രി ഓർ ഡേ ബുക്ക് ഓർ ഫസ്റ്റ് ബുക്ക്. ഇതാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ജേണൽ ഒരു ബുക്കാണ്. ബിസിനസ്സുകാർ ഫസ്റ്റിലെ എഴുതി വെക്കുന്ന ബുക്ക് ആണ് ജേണൽ എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമതായിട്ട് നമ്പർ 2, ജേണലൈസിങ് എന്നാൽ എന്ത്? ജേണലൈസിങ് എന്നാൽ ഈ ജേണൽ എൻട്രി വിശദമായി ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ച് എഴുതി വെക്കുന്നതാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജേണൽ എന്ന ബുക്കിലെ നമ്മുടെ റൂള് വെച്ച് ഏതൊക്കെ വന്നു ഏതൊക്കെ പോയി എന്ന് എഴുതി വെക്കുന്നതിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമതായി പഠിച്ചത് ജേണൽ ഒരു ബുക്കാണെന്ന് പഠിച്ചു. രണ്ടാമതായി പഠിച്ചത് ആ ബുക്കിൽ കണക്കുകൾ എഴുതി വെക്കുന്നതിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, രാജ കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹10,000 എന്ന ഒരു എക്സാമ്പിൾ ഓർക്കുക. ബിസിനസ്സിലോട്ട് ക്യാഷ് വന്നതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന റൂള് വെച്ച് ക്യാഷിനെ നമ്മൾ ഡെബിറ്റിൽ എഴുതുന്നു. പണം മൂലധനം മുടക്കിയത് ബിസിനസ്സിലോട്ട് പോയതായതുകൊണ്ട് ആ ആളിൻ്റെ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ലെഫ്റ്റിൽ ഡെബിറ്റ് എഴുതുക, റൈറ്റിൽ ക്രെഡിറ്റ് എഴുതുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന റൂള് വെച്ച് ലെഫ്റ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡ്, അവിടെ 10,000 എഴുതുക. റൈറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡ്, അവിടെയും 10,000 എഴുതി വെച്ച് കഴിയുമ്പോൾ ജേണലൈസിങ് തീർന്നു. അപ്പോൾ ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന ആ ട്രാൻസാക്ഷൻ വിശദീകരിച്ച് ജേണൽ എന്നുള്ള ബുക്കിൽ ഡെബിറ്റും ക്രെഡിറ്റും റൂൾ അനുസരിച്ച് വരുന്നതിനെ ലെഫ്റ്റ് സൈഡിലും പോകുന്നതിനെ റൈറ്റ് സൈഡിലും എഴുതി വെച്ച് കഴിയുമ്പോൾ ആ ഇടപാട് തീർന്നു. അപ്പം വിശദമായി എഴുതി വെക്കുന്നതിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. നമ്മുടെ റൂളുകൾ ഓർക്കുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് ദ റിസീവർ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. 3 റൂളിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഞാൻ പറഞ്ഞു. ഇനി 3 റൂളിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് റിയൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്, പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ദി ഗിവർ, നോമിനൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്.
അപ്പോൾ 3 ഡെബിറ്റും 3 ക്രെഡിറ്റും റൂൾ അനുസരിച്ച് ജേണൽ എന്നുള്ള ബുക്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ലെഫ്റ്റും റൈറ്റും തിരിച്ചെഴുതി വയ്ക്കുന്നതിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡിൽ വരുന്ന എമൗണ്ട് തന്നെ ആയിരിക്കണം ക്രെഡിറ്റ് സൈഡിലും വരാൻ. ചില ജേണൽ എൻട്രിക്ക് ഡെബിറ്റിൽ കോമ്പൗണ്ട് എൻട്രികൾ വരാം, ക്രെഡിറ്റിലും കോമ്പൗണ്ട് എൻട്രികൾ വരാം. അപ്പോൾ ഡെബിറ്റിലെ തമ്മിൽ കൂട്ടുന്ന എമൗണ്ടിന് സെയിം ആയിരിക്കണം ക്രെഡിറ്റിലെ എമൗണ്ടും. അല്ലെങ്കിൽ ക്രെഡിറ്റിൽ കോമ്പൗണ്ട് എൻട്രി ആണെങ്കിൽ ക്രെഡിറ്റിലെ എമൗണ്ട് തമ്മിൽ കൂട്ടുന്ന സെയിം എമൗണ്ട് ആയിരിക്കണം ഡെബിറ്റിലും വരാൻ. അപ്പോൾ ഡെബിറ്റ് ഈക്വൽസ് ക്രെഡിറ്റ് എന്നാണ് പഠിക്കേണ്ടത്. ഡെബിറ്റിന് തുല്യമായിരിക്കണം ക്രെഡിറ്റ്. അതുപോലെ ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ ഹാസ് 2 എൻട്രീസ്. ആ രണ്ടും ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എഴുതി വെക്കണം. അത് കാണാതെ പഠിച്ചിരിക്കണം. ഉദാഹരണം, ഒരു കോമ്പൗണ്ട് എൻട്രി ആണെങ്കിൽ ആകാശ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹10,000 ക്യാഷ്, ഫർണിച്ചർ 10,000. അങ്ങനെയാണെങ്കിൽ അത് കോമ്പൗണ്ട് എൻട്രി രണ്ടും കൂടെ കൂടുമ്പോൾ 20,000 രൂപ ഡെബിറ്റിൽ വരുന്നെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ ക്യാപിറ്റലും ആ 20,000 രൂപ തന്നെ ആയിരിക്കും. അപ്പോൾ ഡെബിറ്റ് ഈക്വൽസ് ക്രെഡിറ്റ് ആയി. അങ്ങനെ കോമ്പൗണ്ട് എൻട്രി വന്നാലും സിംഗിൾ എൻട്രി വന്നാലും ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്ന തുക എമൗണ്ട് ഈക്വൽ ആയിരിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ജേണൽ എന്താണ്, ജേണലൈസിങ് എന്താണ്? ജേണലൈസിങ് എഴുതുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ലെഫ്റ്റും റൈറ്റും എമൗണ്ട് ഈക്വലായിട്ട് എഴുതി വയ്ക്കണം. അങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോൾ ജേണലൈസിങ് ആയി. ഇനി മൂന്നാമതായിട്ട് നരേഷൻ എന്നാൽ എന്ത്? അതൊരു വിശദീകരണമാണ്. വിശദീകരിച്ച് എന്ത് ട്രാൻസാക്ഷനാണ് അവിടെ നടന്നതെന്ന് ഒരു വിശദീകരണം നമ്മളവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന അവിടെ എഴുതി വെക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നരേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ട്രാൻസാക്ഷനാണ് നടന്നത്. ഉദാഹരണം, സാലറി കൊടുത്തതാണെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതുക സാലറി പെയ്ഡ്, സാലറി കൊടുത്തു. റെൻറ്റ്, വാടക കൊടുത്തതാണെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതുക റെൻറ്റ് കൊടുത്തു. അതിനെയാണ് നരേഷൻ എന്ന് പറയുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും എഴുതി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ബ്രാക്കറ്റിൽ അതെന്താണ് അവിടെ ട്രാൻസാക്ഷൻ നടന്നതെന്ന് എഴുതി വെക്കണം. അപ്പോൾ മൂന്നാമത്തെ ഐറ്റം നരേഷൻ. നാലാമത് ലെഡ്ജർ ഫോളിയോ എന്നൊരു കോളമുണ്ട്. ലെഡ്ജർ ഫോളിയോ, വാട്ട് ഈസ് ലെഡ്ജർ ഫോളിയോ? ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഈസ് ദി ഫൈനൽ ബുക്സ് ഓഫ് അക്കൗണ്ട്. ജേണൽ കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ടാണ് ലെഡ്ജർ. അതാണ് ഫൈനൽ ബുക്സ് ഓഫ് അക്കൗണ്ട്. ആ ബുക്കിൽ ലെഡ്ജർ ഇരുന്ന് ഇപ്പോൾ എക്സാമ്പിൾ സാലറി അക്കൗണ്ട് ഒരു 100ാമത്തെ പേജിലാണ് എഴുതിയെങ്കിൽ ആ പേജ് നമ്പർ ജേണൽ എന്നുള്ള ബുക്കിൽ ലെഡ്ജർ ഫോളിയോൻ്റെ അവിടെ പേജ് നമ്പർ കൊടുക്കും. ജേണലിൽ ലെഡ്ജർ ഫോളിയോ, ലെഡ്ജർ സാലറി അക്കൗണ്ട് ഒരു ലെഡ്ജറാണ്. അത് 100ാമത്തെ പേജിലാണെങ്കിൽ ആ ലെഡ്ജർ ഫോളിയോയുടെ അവിടെ 100 എന്ന് എഴുതും. അപ്പോൾ പേജ് നമ്പർ ഇന്ന പേജിലാണ് നമ്മൾ സാലറി എഴുതിയേക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നതാണ് ലെഡ്ജർ ഫോളിയോ. അപ്പം നമ്മൾ പഠിച്ചത് ജേണൽ എന്നാൽ എന്ത്, ജേണലൈസിങ് എന്നാൽ എന്ത്, നരേഷൻ എന്നാൽ എന്ത്, ലെഡ്ജർ ഫോളിയോ എന്നാൽ എന്ത്, ഇത്രയും കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഇനിയും ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചെഴുതുന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു തന്നു. ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതണം, റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. അപ്പോൾ ജേണൽ ഒരു ബുക്കാണെന്ന് മനസ്സിലായി. ജേണലൈസ് എന്ന് പറഞ്ഞാൽ ആ ബുക്കിൽ എൻട്രി ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചെഴുതുക എന്ന് ആണെന്നും മനസ്സിലായി. അപ്പോൾ ജേണൽ എന്ന ബുക്കിൽ നമ്മൾ ഇനിയും എങ്ങനെയാണ് എഴുതുന്നത്, എത്ര കോളം വേണം? നമ്മൾ ഇന്ന്
ഏതൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയോ അതിൻ്റെ ഡേറ്റ്, എന്ന് ട്രാൻസാക്ഷൻ നടത്തിയാലും അതിൻ്റെ ഡേറ്റാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഡേറ്റിന് പ്രധാനപ്പെട്ട പങ്കാണ്. ഏത് കാര്യവും ഡേറ്റ് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡേറ്റിനൊരു കോളം കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കോളം പർട്ടിക്കുലേഴ്സ് എന്നാണ്. അതായത് ഡെബിറ്റും ക്രെഡിറ്റും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തിരിച്ച് എമൗണ്ട് ഈക്വലാക്കി എഴുതാൻ ഒരു പർട്ടിക്കുലേഴ്സ് കോളം വേണം. ഡെബിറ്റും ക്രെഡിറ്റും എഴുതാനുള്ള കോളത്തിനെ പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നു. അതിൻ്റെ ബ്രാക്കറ്റിൽ താഴെ നരേഷനും കൊടുക്കുന്നു. അപ്പോൾ പർട്ടിക്കുലേഴ്സായി. അതിന് ശേഷമാണ് ലെഡ്ജറിൻ്റെ ഫോളിയോ നമ്പർ LF, ലെഡ്ജർ ഫോളിയോ LF കൊടുക്കണം. ജേണലിൻ്റെ ബുക്കിൽ ലെഡ്ജറിൻ്റെ ഫോളിയോ എല്ലും എഫും കൊടുക്കണം. ഒരു ചെറിയ കോളം അവിടെ ഇട്ടേക്കുക. ലെഡ്ജർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ലെഡ്ജർ ഫോളിയോ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുകയുള്ളൂ. ലെഡ്ജർ വരയ്ക്കുന്നില്ലെങ്കിൽ ഫോളിയോ കോളം വെറുതെ empty ആയിട്ട് ഒന്നും എഴുതാതെ ഇട്ടേക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റായി, പർട്ടിക്കുലേഴ്സായി, ലെഡ്ജറിൻ്റെ ബുക്കിൻ്റെ പേജ് നമ്പർ എഴുതാൻ ഒരു കോളം 3ആയി. നാലാമത്തെ ഡെബിറ്റ് എമൗണ്ട് വേണം, ക്രെഡിറ്റ് എമൗണ്ട് വേണം. നാലാമത്തെ ഡെബിറ്റ് എമൗണ്ട്, അഞ്ചാമത്തെ ക്രെഡിറ്റ് എമൗണ്ട്. അങ്ങനെ 5 കോളം നമ്മൾ വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ജേണൽ എൻട്രി എഴുതുവാൻ 5 കോളം വരയ്ക്കണം. അന്നുള്ള ട്രാൻസാക്ഷൻ അന്നു തന്നെ കാണിക്കണം. അതിനുവേണ്ടി ഡേറ്റ് വേണം. ഡെബിറ്റ് ക്രെഡിറ്റ് എഴുതാൻ പർട്ടിക്കുലേഴ്സ് കോളം വേണം. ലെഡ്ജറിൻ്റെ ബുക്ക് ഫൈനൽ ബുക്കിൻ്റെ പേജ് നമ്പർ എഴുതാൻ ഒരു കോളം വേണം. ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ട് എഴുതാൻ 2 കോളം. അങ്ങനെ 5 കോളമാണ് ജേണൽ നമ്മൾ വരയ്ക്കുമ്പോൾ 5 കോളം വരയ്ക്കണം. അതിൽ പർട്ടിക്കുലേഴ്സിൻ്റെ കോളം സ്വല്പം വലുതായിരിക്കണം. പർട്ടിക്കുലേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ നരേഷനും കൊടുക്കണം. ഡെബിറ്റ് എമൗണ്ട് ലെഫ്റ്റിലും ക്രെഡിറ്റ് എമൗണ്ട് റൈറ്റിലും. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ അത് ചുരുക്കിയാണ് നമ്മൾ എഴുതുന്നത്. അതിൻ്റെ അബ്രീവിയേഷൻ ചുരുക്കത്തിൽ പറഞ്ഞ് DR എന്ന് എഴുതണം. ക്രെഡിറ്റിന് CR എന്നും എഴുതണം. അപ്പം ലെഫ്റ്റ് സൈഡിൽ മുകളിലെ എമൗണ്ട് കോളത്തിൽ DR എന്ന് എഴുതണം, റൈറ്റ് സൈഡിലെ CR എന്നും എഴുതണം. അപ്പോൾ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആരും മറക്കാതെ തന്നെ ഇത് പഠിക്കണം. ഇതെല്ലാവർക്കും ഫലവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഞാൻ ഇന്ന് പഠിപ്പിച്ച ക്ലാസ്സുകൾ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുന്നു. 1, എന്താണ് ജേണൽ എന്നാൽ എന്താണ്? അതൊരു ബുക്കാണ്. അതിന് 4 പേരുകളുണ്ട്. ഒറിജിനൽ എൻട്രി, ഡേ ബുക്ക്, പ്രൈം എൻട്രി, ഫസ്റ്റ് എൻട്രി. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ബുക്കാണ്. അതിനകത്താണ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ജേണൽ എൻട്രിക്ക് നരേഷൻ കൊടുക്കണം. ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചെഴുതുമ്പോൾ നരേഷനും കൊടുക്കണം. ലെഡ്ജർ ഫോളിയോ LF, ആ ലെഡ്ജറിൻ്റെ ബുക്കിൻ്റെ പേജ് നമ്പറിനെയാണ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. പിന്നെ എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഈക്വൽ എമൗണ്ട് ആയിരിക്കണം. ലെഫ്റ്റ് കോളം ഡെബിറ്റും റൈറ്റ് കോളം ക്രെഡിറ്റും. ഡെബിറ്റിൻ്റെ അബ്രീവിയേഷൻ DR എന്നും ക്രെഡിറ്റിൻ്റെ അബ്രീവിയേഷൻ CR എന്നും ആണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ആ പോയിന്റ് പറഞ്ഞു തരുന്നു. അപ്പോൾ ജേണൽ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അതൊരു ഫസ്റ്റ് ബുക്കാണ്, ഡേ ബുക്കാണ്, ട്രാൻസാക്ഷൻ എഴുതുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ബുക്കാണ്. ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ച് വിശദമായി എഴുതി അതിനൊരു നരേഷൻ, വിവരണം, ഒരു വിശദീകരണം എഴുതി വെക്കുന്നു. അതാണ്. പിന്നെ ലെഡ്ജർ എന്ന് പറയുന്ന ലെഡ്ജർ ഫോളിയോ LF എന്ന് പറഞ്ഞാൽ ഫൈനൽ ബുക്കിൻ്റെ പേജ് നമ്പറാണ്. ഡെബിറ്റ് DR, ക്രെഡിറ്റ് CR. ഇത്രയും എല്ലാവരും നല്ലതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത് ബൈ ഹാർട്ട് ആക്കണം. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്, ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അത്യാവശ്യമായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും അനുയോജ്യമാണ്. നിങ്ങളെയൊക്കെ ബന്ധുക്കളും വീട്ടുകാരും വെളിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ക്ലാസ്സുകൾ അവർക്കെല്ലാം അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഡേയിൽ കാണാം.